എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഫ്രണ്ടിലെ വീലിൻ്റെ അകത്തുള്ള ഡ്രമ്മിൻ്റെ ആ യൂണിറ്റിൻ്റെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാക്കിലെ അഴിക്കണം. ഞാൻ വീലൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഇതിന് പെയിൻ്റ് അടിക്കണം. അതേപോലെ തന്നെ ഈ സംഭവത്തിന് കുറച്ച് ബ്രേക്ക് കുറവാണ്. അപ്പുറത്തെ വീലിന് ഒരിക്കലും ഞാൻ എല്ലാം സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിന് കുറച്ച് കുറവാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ആകുന്നുണ്ട്. ഇങ്ങനെ അത്ര ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ആകാൻ പാടില്ല. പിന്നെ ഇത് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് ചരലുള്ള സ്ഥലത്ത് ബ്രേക്ക് അടിച്ചപ്പം ആ സൈഡിലുള്ള ബ്രേക്ക് അവിടുന്ന് നല്ല സൗണ്ട്, വീല് നിരങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ നല്ല ബ്രേക്കും ഇവിടെ ബ്രേക്ക് കുറവാണെന്നാണ്. അപ്പോൾ ഇത് അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യണം. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിൽ അഡ്ജസ്റ്റ് ആകാൻ വേണ്ടി അതിലൊരു ചെറിയൊരു ക്ലിപ്പ് പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴൊന്നും വർക്കൊന്നും ആകത്തില്ല. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് കുറവ് വരുമ്പോൾ നമ്മളെല്ലാ വീൽസും അഴിച്ച് ഈക്വലായിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ വീല് റിമൂവ് ചെയ്തിട്ടുണ്ട്. ടാറ്റ നാനോടെ ഇത് 10 സൈസ്. ഈ സംഭവം ഊരിയെടുക്കണം. ഫ്രണ്ട് വീലിൻ്റെ ഊരാൻ കുറച്ച് പാടാണ്. ഇതിൻ്റെ ആക്സിൽ നട്ട് ബോൾട്ട് ഊറേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഈ ഒരു സാധനം മാത്രം ഊരിയാൽ മതി. 10 അതിൻ്റെ സൈസ് ബോക്സ്. ഇവിടെ ഉണ്ടായിരുന്ന 10 ബോൾട്ട് നമ്മൾ ഊരിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇത് ഊരണം. പിന്നെ ഒരു മരത്തിൻ്റെ മുട്ടി എടുത്തിട്ട് അടിച്ചാൽ മതി. അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്ത് ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇവിടെ കുറച്ച് WD-40 ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഹോൾ കണ്ടല്ലോ, ഇതിനകത്ത് മാച്ച് ആകുന്ന സ്ക്രൂസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈക്വലായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈക്വലായിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്യുമ്പം ഇത് പുള്ളായി ഇത് വെളിയിലോട്ട് വന്നുകൊള്ളും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു മരമുട്ടി ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് മെല്ലിങ്ങ് ഊരിയെടുത്താൽ മതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ വരുമ്പോൾ അത് എന്നിട്ട് പുള്ളി ചെയ്താൽ മതി, അതങ്ങ് ഊരി വന്നോളും. ഇടാൻ നേരത്തെ ഇവിടെയൊക്കെ കുറച്ച് ഗ്രീസ് ഇട്ട് വയ്ക്കുക. പഴയ ഒരുപാട് നാളായി ഇതൊക്കെ അഴിച്ചിട്ടാണ് ഉള്ള വണ്ടികളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അഴിച്ചപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഗ്രീസ് ഇട്ട് വെച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇത്ര ഈസി ആയിട്ട് ഇത് വരില്ലത്. കുറച്ച് വെള്ളമൊക്കെ കയറിയിരിപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ സിലിണ്ടേഴ്സ്. ഇവിടെ ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം. എപ്പോഴും നമ്മൾ വീലിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് നോക്കണം. ഈ പുറകിടെ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ലിക്വിഡ് വല്ലതും നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് വല്ലതും ഒഴുകിയൊക്കെ വരുന്നുണ്ടോ, ലീക്കുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യണം. നമ്മൾ ചുമ്മാ വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഇന്നാൾ ക്ലീൻ ചെയ്ത കാരണമാണ് ഇത്രയും വൃത്തിയായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിറച്ച് കരിയായിരിക്കും. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ ഒരു ലോക്ക് കണ്ടോ, ഒരു ചെറിയ ഇത് കണ്ടോ, ഇതവിടെ ഇത് പുറകോട്ട് റൊട്ടേറ്റ് ആകാതെ ലോക്കായിട്ട് നിൽക്കും. ഇത് ഈ ഭാഗത്തോട്ടാണ്, താഴോട്ടാണ്, ഇങ്ങോട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് ഈ സംഭവം ഇട്ട് നോക്കണം. ഇപ്പോൾ ഇത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ആകുന്നുണ്ടല്ലോ. ഈ ബാക്ക് സൈഡിൽ ഇത് കുറച്ച് വിഷമമാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഗ്രീസ് ഇടാം. അതിടാനും എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിനി ചെറിയ തോതിൽ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത് നോസ് പ്ലെയറോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് മെല്ലെ താഴോട്ട് തിക്കിയാൽ മതി. ഇത് താഴോട്ട് കറക്കണം. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് താഴോട്ട്. അത്തേലൊരു ത്രെഡുണ്ട്, ഇതുണ്ട്, ഇത്രയിൽ കട്ടിങ് ഉണ്ട്. അതൊന്നും ഡാമേജ് ആക്കി കളയരുത്. മെല്ലെ പിടിച്ചിട്ട് റൊട്ടേറ്റ് ആക്കുക. ആദ്യം ഒരു 3-4 ഈ ലോക്ക് 3-4 ടേൺസ് ചെയ്യുക. 3-4 മൊത്തത്തിലല്ല. ഇതിൽ ഈ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടിക്കുന്ന സൗണ്ട് കേൾക്കും. ഒരു 4 ഒരു ഇത്രയും ദൂരം മാത്രം ടൈറ്റ് ചെയ്തിട്ട് ഈ സംഭവം ഇട്ട് നോക്കുക എങ്ങനെയുണ്ടെന്ന്. നമുക്കിത് കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മഴക്കാലങ്ങളിൽ പ്രത്യേകിച്ച്. ഇത് ഒരു വീലിന് ബ്രേക്ക് കുറവാണെന്ന് വിചാരിച്ചോ, നമ്മൾ സ്ലിപ്പി ആയിട്ടുള്ള റോഡിൽ ബ്രേക്ക് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു സൈഡിലോട്ട് പിടിക്കും, വണ്ടിയുടെ വഴിക്ക് പോകും.
അല്ലെങ്കിൽ വേനൽക്കാലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, സഡൻ ബ്രേക്ക് അടിച്ച് കഴിഞ്ഞാൽ ചില വണ്ടികളിൽ ഒരു ബ്രേക്കിൻ്റെ പാട് റോഡിലുണ്ടാവും. കണ്ടോ, ആ ലോക്ക് ഇങ്ങനെ ടിക് ടിക് ഓരോന്നോരോന്ന് നമുക്കൊരു 4 or 5 ലോക്ക് ടിക്ക് ടിക്ക് സൗണ്ട് കേൾക്കുന്നതോടെ വരെ തിരിക്കുക. ഇതൊക്കെ ചിലപ്പോൾ റസ്റ്റ് പിടിച്ച് ജാമായിട്ടുണ്ടാവും. ഈ സാധനം റൊട്ടേറ്റ് ആകാൻ കുറച്ച് വിഷമമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഈ പൊടി ഉണ്ടാവും, ഈ ബ്രേക്ക് ഷൂവിൻ്റെ പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് WD-40 അടിച്ച് കൊടുത്താൽ നിങ്ങൾക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ ഈ പണിക്ക്. നമ്മൾ ഓരോ പ്രാവശ്യം ടൈറ്റ് ചെയ്തിട്ട് ഇത് ഇട്ട് നോക്കണം. നമ്മൾക്കിപ്പോൾ കുറച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇട്ട് നോക്കാം. നമ്മളകത്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തല്ലോ, അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഇത് ഇട്ട് നോക്കണം. ഇങ്ങനെ ഇടുമ്പം ഫ്രീ ആയിട്ട് കറങ്ങല്, ചെറിയൊരു പിടുത്തം വേണം. ആ ബ്രേക്ക് ഷൂവിൽ ഒരയുന്ന പോലത്തെ ചെറിയൊരു സൗണ്ട് കേൾക്കാം, ചെറുതായിട്ട് ഒരയുന്ന പോലെ. ഇവിടെയൊക്കെ ഗ്രീസ് ഇട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ആകത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ഒരു ഒരയുന്ന സൗണ്ട് കേൾക്കുമല്ലോ, ആ ഒരു സൗണ്ടിൽ നിന്ന് കുറച്ചും കൂടി കുറച്ച് വെക്കണം. എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. കുറച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇടുന്നതായിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം ബ്രേക്ക് പാഡ് വന്നിട്ടേ മുട്ടും. പിന്നെ നമ്മൾ അഴിച്ച പോലെ ഇനി ഇത് പോയി നമ്മൾ ഈ സാധനം ഇടുന്നുണ്ടല്ലോ, ഇതിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമായിട്ട് അവിടെ നോക്കിയിട്ട് അകത്തിടുക. ഈ ബോൾട്ട് ഊരി വെച്ചേക്കുന്ന കണ്ടീഷനിൽ വേണം നോക്കാൻ വേണ്ടി. അപ്പം ഞാനിതിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇടുമ്പം ആക്സിലടക്കമാണ് കറങ്ങുന്നത്. ഇത് മാത്രമായിട്ട് റൊട്ടേറ്റ് ആവില്ല. ആക്സിൽ അകത്ത് ഉണ്ടല്ലോ എൻജിനിലോട്ട് പോകുന്നത്, അതടക്കം കറങ്ങും. അപ്പോഴിനി നമുക്ക് ഇതെല്ലാം സെറ്റായിട്ടിട്ട് നട്ടും ബോൾട്ടെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഗ്രീസ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇടുന്നതിന് മുമ്പേ. അടുത്ത പ്രാവശ്യം ഊരുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. നട്ടും ബോൾട്ടൊക്കെ ഇട്ട് വീല് സെറ്റ് ചെയ്യണം. ഇത്രമാത്രമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് 4 വീലിൻ്റെ ബ്രേക്ക് അലൈൻമെൻറ്റ്സ്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, കുറച്ച് ടൈം എടുക്കും, എന്നാലും നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതും കൊണ്ട് കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർ ബ്രേക്ക് ഷൂ അടക്കം മാറ്റിക്കളയും, നല്ല പൈസ ചിലവ് വരും.